Okay, in the last class, we started discussing different macroprocessor design options. So first we discussed regarding recursive macro expansion. Okay, there we have a program. This was our program, and inside the read buff program, you can see this is our read buff macro. Inside this read buff macro, we are having a read character macro. So that is the problem with the recursive macro expansion. When the first macro is expanding, this is our first macro code. This is our first macro code, first one. Then during macro expansion, the arguments will be placed in argument table. So during second macro expansion, it will be replaced by the second procedure. Our problem vannu. So in order to implement recursive macro expansion, നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റിക്കേഴ്സീവ് കോള് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വി ക്യാൻ യൂസ് ഡിഫറെൻറ്റ് ഡാറ്റ സ്ട്രക്ചർ, സ്റ്റാക്ക് പോലുള്ള ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. Then we discussed some point regarding general purpose macro processor. Suppose we are implementing a macro processor for different languages. നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ആണ്. പ്രോഗ്രാമറിനെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻറ്റ് ലാംഗ്വേജിന് വേണ്ടി മാക്രോ പ്രോസസ്സർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, ലാംഗ്വേജിനെ നമ്മൾ കൺവേർട്ട് മീൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം ഫസ്റ്റ് നമ്മൾ കമൻസിനെയൊക്കെ പ്രോസസ്സ് ചെയ്യേണ്ടി വരും. ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ ഡിഫറെൻറ്റ് രീതിയിലാണ് നമ്മൾ കമൻസിനെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, സർട്ടൻ ലാംഗ്വേജസ് ഹാഷ് യൂസ് ചെയ്ത് പ്ലേസ് ചെയ്യുന്നു, ഇൻ ഫ്രണ്ട് ഓഫ് എക്സ്ക്ലാമേറ്ററി മാർക്കിൽ പ്ലേസ് ചെയ്യുന്നു, */ പ്ലേസ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ കമൻസിനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. സോ അവർ മാക്രോ പ്രോസസർ നീഡ് ടു ഐഡൻറ്റിഫൈ ദീസ് ടൈപ്പ് ഓഫ് കമൻസ്. പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താലേ അതിനെ പാർസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പറയുന്നത് നമുക്കൊരു ജനറൽ പർപ്പസ് മാക്രോ പ്രോസസർ വേണമെങ്കിൽ, ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ, കുറേ ലാംഗ്വേജിനെ മാക്രോ പാർട്ട് ചെയ്യുന്നത്. മാക്രോ പാർട്ട് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യുന്നത്, ഇറ്റ് ഹാവ് ടു എക്സ്പാൻഡ്, മാക്രോനെ ഡിഫൈൻ ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം, വി ഹാവ് ടു പെർഫോം ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ, ഇങ്ങനെയുള്ള ടാസ്ക്കാണ് മാക്രോ പ്രോസസർ ചെയ്യുന്നത്. കുറേ ലാംഗ്വേജിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നൊരു മാക്രോ പ്രോസസർ ഉണ്ടെങ്കിൽ കമൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ റിസ്ക് ആണ്. ഫസ്റ്റ് പോയിന്റ്. Then second point regarding programming language and their facility. Some program using opening bracket and closing bracket to group statements. Statements-നെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റിനെ ഗ്രൂപ്പ് ചെയ്യാൻ some program using open bracket and close bracket. Some program use end and begin and end statement. ചില ലാംഗ്വേജസ് ബിഗിൻ എൻഡ് യൂസ് ചെയ്തിട്ടാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. അതർ ടൈപ്പ് യൂസ് ഇൻഡന്റേഷൻ, പ്രോപ്പർ സ്പേസിങ്ങിലാണ് പ്രോഗ്രാമിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്, പ്രോഗ്രാം എക്സിക്യൂട്ടർ സ്റ്റേറ്റ്മെന്റ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. സോ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു ജനറൽ പർപ്പസ് മാക്രോ പ്രോസസർ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം. ദെൻ നെക്സ്റ്റ് മാക്രോ പ്രോസസർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണ് ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ ഐഡന്റിഫൈസ് കോൺസ്റ്റന്റ് ഓപ്പറേറ്റർ റെപ്രസെൻറ്റേഷൻസ് ആർ ഡിഫറെൻറ്റ്. അതായത് ചില ലാംഗ്വേജ് ഐഡന്റിഫയേഴ്സിന് 8 ക്യാരക്ടേഴ്സ് മാത്രം സപ്പോർട്ട് ചെയ്യുന്നു. ക്യാരക്ടേഴ്സ് ഷുഡ് ബി 8 ക്യാരക്ടർ ലെങ്ത്. ചില ലാംഗ്വേജസ് 32 ക്യാരക്ടേഴ്സ് വരെ സപ്പോർട്ട് ചെയ്യുന്നു. കുറേ ഫീൽഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് റിഗാർഡിങ് ദർ കീവേഡ്, ഓപ്പറേറ്റേഴ്സ്. അതിനൊക്കെ നമ്മൾ എല്ലാ ലാംഗ്വേജിനെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം നമ്മുടെ മാക്രോ പ്രോസസർ എന്ന് പറയുന്നത്. ദെൻ ഫൈനലി ഡിഫറെൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ മാക്രോ ഡെഫിനിഷൻസ് ആൻഡ് എക്സ്പാൻഷൻ വിൽ ബി ഡിഫറെൻറ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജനറൽ സിൻടാക്സിൽ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് ഓർക്കുക. ജനറൽ സിൻടാക്സിൽ പറഞ്ഞു ഡ്യൂറിങ് മാക്രോ ഡെഫിനിഷൻ നമ്മൾ പാരാമീറ്റേഴ്സിനെ അഡ്രസ് ഓഫ് സിമ്പിൾ വെച്ചിട്ട് വേണം ഡിഫൈൻ ചെയ്യാൻ, പാരാമീറ്റർ 1. ഇനി നിങ്ങൾ മാസം എക്സാമ്പിൾ പഠിക്കും, MASM മാസം പ്രോഗ്രാം എക്സാമ്പിൾ പഠിക്കും. അവിടെ ഇങ്ങനെ ഡോളർ സിമ്പിൾ ഒന്നും വേണ്ട, നേരിട്ട് പാരാമീറ്റേഴ്സിനെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും, T1. Then difference in invocation, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാക്രോ ഡെഫിനിഷൻ ആൻഡ് മാക്രോ ഇൻവോക്കേഷൻ സ്റ്റേറ്റ്മെന്റ് വിൽ ബി ഡിഫറെൻറ്റ്. സോ ഒരു ജനറൽ പർപ്പസ് മാക്രോ പ്രോസസർ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചിന്തിക്കണം. ഇതാണ് റിഗാർഡിങ് ജനറൽ പർപ്പസ് മാക്രോ പ്രോസസർ. ക്ലിയർ ആണോ? ജനറൽ പർപ്പസ് മാക്രോ പ്രോസസർ.
ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. പ്രിൻസ്, ഋത്തിക്, രോഹിത് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ആദിത്യ, അമൽ രവീന്ദ്രൻ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ ചാറ്റ് ബോക്സിൽ. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? ഓക്കെ. നൗ നിങ്ങൾക്കൊരു ബ്ലാങ്ക് സ്ക്രീൻ കാണാം. അവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതും. ഡോണ്ട് വറി. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് വി ആർ കൺസിഡറിങ് എ മാക്രോ പ്രോസസർ ആസ് എ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. ഓക്കെ. അപ്പോൾ കോൺസെപ്റ്റിൽ പറയുന്നതാണ് വി ആർ പെർഫോമിംഗ് മാക്രോ പ്രോസസ്സിംഗ് വിത്തിൻ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. പ്രോസസ്സിംഗ് വിത്തിൻ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. അപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ഏതൊക്കെയാണ്? വി ആർ ഹാവിങ് കമ്പൈലർ ആൻഡ് ഇന്റർപ്രറ്റർ. കമ്പൈലർ ഉണ്ട്, ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ. നോർമൽ മാക്രോ പ്രോസസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഹാവിങ് അവർ സോഴ്സ് പ്രോഗ്രാം. സോഴ്സ് പ്രോഗ്രാം നമ്മുടെ കയ്യിലുണ്ട്. മാക്രോ പ്രോസസർ ആക്ച്വലി ബിഹേവ് ആസ് എ പ്രീ പ്രോസസർ ആണ്. പ്രീ പ്രോസസർ ആയിട്ടാണ് നമ്മൾ നോർമലി ഒരു മാക്രോ പ്രോസസറിനെ കാണുന്നത്. പ്രീ പ്രോസസർ ഓർ ദിസ് ഈസ് അവർ മാക്രോ പ്രോസസർ. എന്താണ് പ്രീ പ്രോസസർ എന്ന് പറയാൻ കാരണം എന്താ? ബിഫോർ ഗോയിങ് ടു എ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഇറ്റ് പെർഫോം സം മാക്രോ എക്സ്പാൻഷൻ. സോഴ്സ് പ്രോഗ്രാമിന് ഇറ്റ് പെർഫോം മാക്രോ എക്സ്പാൻഷൻ ആൻഡ് ഇറ്റ് ജനറേറ്റ് എൻ എക്സ്പാൻഡഡ് കോഡ്. ഇത് നിങ്ങൾക്കറിയാം, ഇറ്റ് ജനറേറ്റ് എൻ എക്സ്പാൻഡഡ് കോഡ്. ഈ എക്സ്പാൻഡഡ് കോഡിനെയാണ് നമ്മുടെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ മെഷീൻ കോഡാക്കി മാറ്റുന്നത്. ക്ലിയർ? നമ്മൾ 2 പാസ് അൽഗോരിതം ഒക്കെ പഠിച്ചു. ഹിയർ മാക്രോ പ്രോസസർ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഡിഫൈനിങ് സംതിങ്, ഇറ്റ് ഈസ് എക്സ്പാൻഡിങ് സംതിങ്, ഇങ്ങനെയുള്ള കുറെ ടാസ്ക് പെർഫോം ചെയ്യുന്ന ആളാണ് ഈ മാക്രോ പ്രോസസർ എന്ന് പറയുന്നത്. വി ക്യാൻ സേ ഇറ്റ് ആസ് എ പ്രീ പ്രോസസർ because it generate an expanded code and we are giving this expanded code as an input to our language translator. ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഏതൊക്കെയാണ്? കമ്പൈലർ ആവാം, അല്ലെങ്കിൽ നമുക്ക് അസംബ്ലർ ആവാം. ഈ പ്രോഗ്രാം റിട്ടൺ ഇൻ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം we can consider that language translator as assembler. Then assembler is generating machine code. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. In this case preprocessor is producing an expanded code, ഒരു ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ക്ലിയർ ആണോ? വെൻ മാക്രോ പ്രോസസർ ആസ് ലാംഗ്വേജ് ബിഹേവ് ആസ് എ മാക്രോ പ്രോസസർ ആസ് പ്രീ പ്രോസസർ. ഇതാണ് സംഭവം. ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കേസാണിത്. സങ്കീർത്തന, തുളസി, വിഷ്ണു, വൈഷ്ണ ഒന്ന് പറയോ? ക്ലിയർ ആണോ ഇത്? ചാറ്റ് ബോക്സ് റെസ്പോണ്ട് ചെയ്ത്. ഇൻ ഫസ്റ്റ് കേസ് അവർ സോഴ്സ് പ്രോഗ്രാം മാക്രോ പ്രോസസർ വിൽ പെർഫോം define or expand option and it will generate an expanded code and we are giving that expanded code as an input to language translator. Actually the language translator is then generating machine code. ഈ ഒരു കാര്യം ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് ചാറ്റ് ബോക്സ്. ഋഷിൻ, അനുപമ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. നബീൽ, നന്ദ, നിവേദ്യ, പ്രിൻസ്, സങ്കീർത്തന, സേജൽ, സെവിൻ. നമ്മൾ ഇപ്പൊ ചെയ്ത കാര്യം ഇത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ നന്ദിത. ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അവർ മാക്രോ പ്രോസസർ വിത്ത് ഇൻ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത് വി ആർ ഹാവിങ് അവർ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഹിയർ. ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ മേ ബി അവർ അസംബ്ലർ ഇവിടെ ഉണ്ടെന്ന് കരുതുക. ഓക്കെ, വി ആർ ഇന്റഗ്രേറ്റിംഗ് അവർ മാക്രോ പ്രോസസർ ഫംഗ്ഷനാലിറ്റി വിത്ത് അവർ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. മാക്രോ പ്രോസസർ ഫംഗ്ഷനാലിറ്റി ഉണ്ട്. Macro processor functionality we are integrating with the language translator and we are having our source program here. This is our source program. Then this integrated language translator
ടേക്ക് ദി സോഴ്സ് പ്രോഗ്രാം ലൈൻ ബൈ ലൈൻ, 1 by 1 ആയിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട് ഇൻപുട്ടിനെ എടുക്കുന്നു. ആൻഡ് ഡയറക്ട്ലി ഇറ്റ് ഗോസ് ടു അവർ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആൻഡ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ജനറേറ്റിംഗ് മെഷീൻ കോഡ്. ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ജനറേറ്റിംഗ് മെഷീൻ കോഡ്. അപ്പോൾ ഇവിടെയുള്ള അഡ്വാൻറ്റേജസ് ഒന്ന് പറഞ്ഞേ. ദർ ഈസ് നോ നീഡ് ഓഫ് ഇന്റർമീഡിയറ്റ് ഫയൽ. ഇന്റർമീഡിയറ്റ് ഫയൽ ഇവിടെ ഉണ്ടാവുന്നില്ല. നോ നീഡ് ഓഫ് ഇന്റർമീഡിയറ്റ് ഫയൽ. ഒരു എക്സ്പാൻഡഡ് ഫയൽ ഇവിടെ ഉണ്ടാവുന്നില്ല. ഒരു എക്സ്പാൻഡഡ് ഫയൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? വി നീഡ് എക്സ്ട്രാ പാർസിങ്. അതിനെ പ്രോഗ്രാമിന് എൻറ്റയർ ആയിട്ട് പാർസ് ചെയ്തിട്ട് വി ആർ എക്സ്പാൻഡിങ് ദി കോഡ് ആൻഡ് വി ആർ ജനറേറ്റിംഗ് ദാറ്റ് എക്സ്പാൻഡഡ് കോഡ്. ഇവിടെ എന്താണ്? ആക്ച്വലി വി ആർ ഓൺലി കൺസിഡറിങ് ദി സോഴ്സ് പ്രോഗ്രാം ലൈൻ 1 by 1. ഇനീഷ്യലി മൈക്രോ പ്രോസസർ ടാസ്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അപ്പോൾ തന്നെ ചെയ്യും. ദാറ്റ് ലൈൻ ഈസ് ഗോസ് ടു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഡയറക്ട്ലി ആൻഡ് ദി ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ഈസ് ജനറേറ്റിംഗ് മെഷീൻ കോഡ്. സോ നോ നീഡ് ഓഫ് ഇന്റർമീഡിയറ്റ് ഫയൽ. ഇന്റർമീഡിയറ്റ് ഫയൽ ഉണ്ടാവുന്നില്ല. നോ നീഡ് ഓഫ് സെപ്പറേറ്റ് പാർസിങ്. സെപ്പറേറ്റ് പാർസിങ് നമുക്ക് വേണ്ട. ഈ ഒരു പോയിന്റ് കറക്റ്റ് ആണോ? ഒന്ന് നോട്ട് ചെയ്തേ. ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ വിത്ത് ഇൻ macro processor with in language translator. Macro processor with in language translator. First point, macro processor read the line 1 by 1 and perform the task and giving that input line to language translator. It avoids making an extra pass over the source program. Clear? Second option and second advantages of having an integrated macroprocessor with the language translator is we can share our data structures like op-tab and name tab. Actually, op-tab and name tabs are the data structures associated with the language translator. Assembler data structure during pass 1 and pass 2, assembler is actually using op-tab and name tab. This name tab and op-tab this data structure means it's a memory. This memory can be used by macroprocessor. This data structure macroprocessor use cheyam. This is the second advantage when we have a macroprocessor with language translator. Clear another? Then third point is we can use some routines. Routine means some functionality, general functionality common use. Both the macroprocessor and the language translator can share some routines. Routines means some functionality. Read cheyanalla task. It have to read data from input file. It have to read some data from different data structures. Then it can share searching functionalities. Scanning means also some sort of reading. Scanning perform cheyam. Converting numeric value from external to internal representation. Representation convert cheyanalla karyangal. Representations. Ingala kore factors namukku generalize ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും when we have a macroprocessor with in language translator. ഇതാണ് second design option, macroprocessing with language translator. Clear ആണോ concept? ഒരാളൊന്ന് പറഞ്ഞേ. അമൽ രവീന്ദ്രൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. We are discussing Amal Devindran. Anaina on the respond. Anaina. Russian Ritik Sunil.
റെസ്പോണ്ട് ചെയ്ത ചാറ്റ് ബോക്സിൽ ഋത്തിക്, ഋഷ്വിൻ. ഞാൻ ഈ മൊമെന്റിൽ അറ്റൻഡൻസ് എടുത്തു. ഈ അറ്റൻഡൻസ് മാത്രമേ പ്ലേസ് ചെയ്യുള്ളൂ. ലേറ്റ് കമേഴ്സിന് അറ്റൻഡൻസ് തരൂല. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ HOD പറയാം. അനുപമ, ഗുഡ് മോർണിംഗ്. വിഷ്ണു, തുളസി, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഞാൻ ഓഡിബിൾ അല്ലേ? ഗുഡ് മോർണിംഗ്. ഓഡിബിൾ അല്ലേ? വോയിസ് ഓക്കെ അല്ലേ? അഭിഷേക്, അഭിനവ് റെസ്പോണ്ട് ചെയ്ത. അഭിനവ്. അപ്പം ഇത്രയും പോയിന്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാക്രോ പ്രോസസർ ടോപ്പിക് ഇവിടെ വൈൻഡപ്പ് ആയി. മാക്രോ പ്രോസസർ നിങ്ങൾ നോക്കാം. മാക്രോ പ്രോസസറിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി പറയാം. We start with the basic macroprocessor function. Macroprocessor function എന്താണ്? Macroprocessor perform macro expansion. Already defined ചെയ്ത macro ഉണ്ടാവും. And it expand the code and making an expanded version of the source program. And that source program is translated by our language translator. Okay. Then we are saying our macroprocessor have two tasks. It have to perform macro definition. Define ചെയ്യണം. Then it have to expand our code. അതാണ് നമ്മുടെ ടാസ്ക്. Then there we use 3 data structures associated with macroprocessor. Def tab, which means definition table, name tab, name table, then argument table. So these are the content of different table. Definition table consists of macro definition, name tab, different macro name, and a pointer to start and end of the definition. Then finally argument table consists of different arguments. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. Then we have different procedures in macroprocessor algorithm. First one, process line. Process line means we are get one line from the source code. Either we have to define the macro, or we have to expand the macro, or we have to write the particular line into intermediate file or expanded file. That is regarding process line. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അഭിനവ്, ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും. അനുപമ, അമൽ സുരേന്ദ്രൻ, അനൈന, ആരോമൽ, അരുൺദത്ത്, ഫാത്തിമ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. Then we discuss define function. Define function means defining our macro into definition table and placing that pointer. ഓരോ കേസിലും ലെവൽ ഇൻക്രീസ് ചെയ്യും. That is to understand the macro. എല്ലാം പാർസ് ചെയ്യുന്നുണ്ടോ നമുക്ക് മനസ്സിലാവണം. So there we are keeping in value level. It's an increment. Actually we are incrementing that level value. Then we are performing expansion. മാക്രോനെ ടേബിളിൽ നിന്ന് എടുക്കുക, നമ്മുടെ പ്രോഗ്രാമിന്റെ പാർട്ടാക്കി മാറ്റുക, പ്രോപ്പറായിട്ട് ആർഗ്യുമെന്റ്സ് പ്ലേസ് ചെയ്യുക. ഇതാണ് എക്സ്പാൻഷൻ. ദെൻ ഫൈനലി ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഗെറ്റ് ലൈൻ മീൻസ് ടേക്കിംഗ് ലൈൻ ഫ്രം സോഴ്സ് പ്രോഗ്രാം ഓർ ടേക്കിംഗ് ലൈൻ ഫ്രം ഡെഫിനിഷൻ ടേബിൾ. ഇതാണ് ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു മാക്രോ. Then we discuss a machine independent macroprocessor feature. Machine independent. First one, concatenation of macroprocessor parameter. Previously ഉള്ള പാരാമീറ്റേഴ്സിനോട് കൂടി നമ്മൾ പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിനെ കൺകാറ്റിനേറ്റ് ചെയ്ത് ഒരുമിച്ചാക്കിയിട്ട് നമുക്ക് മാക്രോനെ എക്സ്പാൻഡ് ചെയ്യാം. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ദെൻ ജനറേഷൻ ഓഫ് യുണീക്ക് ലേബൽസ് നമ്മൾ പറഞ്ഞു. ഇത് നിങ്ങൾ നോക്കുക. ഒരു പോയിന്റർ കാണിച്ചു തരാം. Normally, this is our macro. Read buff is our macro. We are having one label loop and exit. ഓരോ തവണ മാക്രോ കോൾ ചെയ്യുമ്പോഴും ഇത്രയും കാര്യം നമ്മുടെ പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം സെയിം ലൂപ്പ് വേരിയബിൾസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അസംബ്ലറിന് ലൂപ്പിന്റെ അഡ്രസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി റിസ്ക് ആണ്. ഏത് ലൂപ്പാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റൂല. സോ ഇൻ ഈച്ച് മാക്രോ ഇൻവോക്കേഷൻ വി ആർ ജനറേറ്റിംഗ് യുണീക്ക് ലേബൽ. ഓരോ മാക്രോന് വേണ്ടിയും യുണീക്ക് ലേബൽസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. So language translator easily a task perform ചെയ്യാൻ പറ്റും. That is regarding generation of unique labels. നോട്ട് വായിക്കുക, അല്ലാതെ മനസ്സിലാവില്ല. Then conditional macro expansion. Macro expansion we can perform based on the parameters
ഏതൊക്കെ പാരാമീറ്റർ ആണോ നമ്മൾ പാസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. കണ്ടോ, ഇവിടെ ഫസ്റ്റ് നമുക്ക് കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇവിടെ എല്ലാ പാരാമീറ്ററും പാസ് ചെയ്തു. ദർ വി ക്യാൻ സി മാക്രോ എക്സ്പാൻഷൻ. ഏതെങ്കിലും പാരാമീറ്റർ നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പാർട്ട് വർക്ക് ചെയ്യില്ല. ഓക്കെ, ബേസ്ഡ് ഓൺ ദി കണ്ടീഷൻ. ഈഫ് കണ്ടീഷൻ ആണ് ട്രൂ എങ്കിൽ കണ്ടീഷൻ അസോസിയേറ്റഡ് വിത്ത് ഈഫ് വിൽ എക്സ്പാൻഡ്, എൽസ് പാർട്ട് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ആവില്ല. ഇനി എൽസ് ആണ് ട്രൂ എങ്കിൽ ഓൺലി ദി കണ്ടീഷൻ അസോസിയേറ്റഡ് വിത്ത് എൽസ് പാർട്ട് വിൽ എക്സ്പാൻഡ്. ഈഫ് പാർട്ട് നമുക്ക് കംപ്ലീറ്റ് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റും. സോ മാക്രോ എക്സ്പാൻഷൻ ബേസ്ഡ് ഓൺ ദി പാരാമീറ്റേഴ്സ് വിച്ച് വി ഷെയർഡ് ഡ്യൂറിങ് ഫംഗ്ഷൻ കോൾ, മാക്രോ കോൾ. ദാറ്റ് ഈസ് റിഗാർഡിങ് കണ്ടീഷണൽ മാക്രോ എക്സ്പാൻഷൻ. അതിൻ്റെ 4 എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. Then we discussed keyword macro parameter. First option, normal parameters were positional parameters. Positional parameter എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർക്കുക. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം we have to follow the proper order. ഓർഡർ പ്രോപ്പർ ആയിരിക്കണം. ഡാറ്റ ടൈപ്പും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കണം. ഏതാണോ ആക്ച്വൽ പാരാമീറ്റർ അതുപോലെ തന്നെ നമ്മൾ ഫംഗ്ഷൻ കോളിലും പാസ് ചെയ്യണം. ആൻഡ് വി ഡിസ്കസ്ഡ് റിഗാർഡിങ് കീവേഡ് പാരാമീറ്റർ. കീവേഡ് പാരാമീറ്ററിൽ നമ്മൾ ഓർഡർ ഫോളോ ചെയ്യണം എന്നില്ല, ജസ്റ്റ് വാല്യൂ ഫംഗ്ഷൻ കോളിൽ കൊടുത്താൽ മതി. ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് ഒക്കെയാണ് പറഞ്ഞത്. കണ്ടോ, ഏതാണോ പാരാമീറ്റർ അത് മാത്രം കൊടുത്താൽ മതി. വി ക്യാൻ പെർഫോം ഫംഗ്ഷൻ കോൾ. ഇനി ഇന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഡിസൈൻ ഓപ്ഷൻസ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ മാക്രോ പ്രോസസറിൽ. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്തേ. അമൽ രവീന്ദ്രൻ, അഞ്ജിത, നിവേദ്യ, റാസി, രോഹിത്, സഫീൽ. ഓക്കെ, സെവിൻ, താങ്ക് യു. നെക്സ്റ്റ് സൈഡ് ഹെഡിങ് എഴുതാം. വി ആർ ഗോയിങ് ടു ഡിസ്കസ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇറ്റ് ഈസ് ടെക്സ്റ്റ് എഡിറ്റർ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഇറ്റ് ഈസ് ടെക്സ്റ്റ് എഡിറ്റർ. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഫ്യൂ ക്വസ്റ്റ്യൻസ്. അഭിനവ് ഒന്ന് മൈക്കിൽ പറഞ്ഞേ, വൈ വി ആർ യൂസിങ് എ ടെക്സ്റ്റ് എഡിറ്റർ? എന്തുകൊണ്ടാണ് നമ്മൾ ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്യുന്നത്? എന്തൊക്കെ ചെയ്യാൻ പറ്റും ബൈ യൂസിങ് എ ടെക്സ്റ്റ് എഡിറ്റർ? പ്രോഗ്രാം എല്ലാം ഓക്കെ, വി ക്യാൻ ആഡ് പ്രോഗ്രാം. ദെൻ സെവിൻ ഒന്ന് പറഞ്ഞേ, ടെക്സ്റ്റ് എഡിറ്ററിൽ എന്തൊക്കെ വേറെ ചെയ്യാൻ പറ്റും? ഇൻ മോഡേൺ ടെക്സ്റ്റ് എഡിറ്റർ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? സർ, സാധാരണ ഓപ്ഷൻസ് ഇല്ല. ടൈപ്പ് ചെയ്യാം, പിന്നെ ഡിലീറ്റ് അടിക്കുക, ഡിലീറ്റ് ചെയ്യാം, അൺഡു, റീഡു. You can also add image files. You can add tables. All these functionalities are provided by modern text editor. പണ്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടില്ല, സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് കോഡ് എഴുതാനേ പറ്റുമായിരുന്നുള്ളൂ. ഓൺലി ഇറ്റ് സപ്പോർട്ട് ക്യാരക്ടേഴ്സ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ബട്ട് മോഡേൺ ടെക്സ്റ്റ് എഡിറ്റർ ക്യാൻ സപ്പോർട്ട്. നമുക്ക് വി ക്യാൻ ആഡ് ഇമേജസ് ആഡ് ചെയ്യാം, ദെൻ ടേബിൾസ് ആഡ് ചെയ്യാം, റെഫറൻസ് ആയിട്ട് എന്തെങ്കിലും URL പോലുള്ള കാര്യങ്ങൾ റെഫറൻസ് ആഡ് ചെയ്യാം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മോഡേൺ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ടെക്സ്റ്റ് എഡിറ്ററിന് എഴുതാം, ഒരു ഹൈഫൺ ഇട്ട് ഒരു പോയിന്റ് എഴുതാം. യൂസ് ടു കമ്പോസ്, ഓർഗനൈസ് ആൻഡ് മാനിപ്പുലേറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫോർമേഷൻ. ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ആർ actually used to organize, study and manipulate computer based information. ഏറ്റവും ബേസിക് ഡെഫിനിഷൻ ആണ് ഫോർ എ ടെക്സ്റ്റ് എഡിറ്റർ. ഓക്കെ, ആൻഡ് the main reason we are using a text editor to save the data. നമുക്ക് പ്രോപ്പർ ഫോർമാറ്റ്, we can save the data in proper format in secondary storage. പെർസിസ്റ്റന്റ് ആയിട്ട് or consistent ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും by using a text editor. And we can create and revise a target document. We can save, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ആക്കി നോക്കാം. Then we can add programs, text, equations, tables, different diagrams, line art, photograph, anything into a modern text editor. എന്താണ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടേണ്ടത്, പ്രിന്റബിൾ ഫോർമാറ്റിൽ വാട്ട് വി ആർ ആക്ച്വലി എക്സ്പെക്ടിങ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടെക്സ്റ്റ് എഡിറ്ററിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഓക്കെ അല്ലേ? Then primary stage, initial stage, a text editor was a program, and primary elements എന്തായിരുന്നു, character or character strings of characters ആയിരുന്നു. primary first stage
a text editor is identified as or used mainly using for typing characters, for typing programs. Clear? റാസി, ഇതൊക്കെ സിമ്പിളാണ്. നിങ്ങൾ അവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേര് വിളിക്കുന്നത്. ലിയാന മറിയം, ഖദീജ, നാസിഫ്, നിഹാൽ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. Then, what is actually an editing process? So you have to write one side heading, editing process. Editing process means സിമ്പിളായിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ എഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ എഴുതാൻ വേണ്ടി പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. എഡിറ്റിംഗ് പ്രോസസ് മീൻസ് വി ഹാവ് ടു സെലക്ട് എ പാർട്ട് ഓഫ് ദി ഡോക്യുമെന്റ് ടു ബി വ്യൂഡ് ആൻഡ് മാനിപ്പുലേറ്റഡ്. എവിടെയാണോ എഡിറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. Then determine how to format this view online and how to display it. ലൈൻ ബൈ ലൈൻ ആയിട്ട് എങ്ങനെ നമ്മൾ ഫോർമാറ്റ് ചെയ്യണം, അതിന്റെ ഡിസ്പ്ലേ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. Then we have to specify and execute operation that modify the target document, which means some font may be changed, we can change some color, we can change the background. അങ്ങനെയുള്ള ഫോർമാറ്റ് ആൻഡ് ഫോണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. Then we have to update the view appropriately. Then നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ടാസ്ക് ആണ് പെർഫോം ചെയ്യേണ്ടത് അത് ചെയ്ത് കിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഐഡന്റിഫൈ ദി പാർട്ട് ഓഫ് ദി ഡോക്യുമെന്റ്. ദെൻ ഏത് ഫോർമാറ്റാണ് വേണം എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. വി ഹാവ് ടു പെർഫോം ദി ഓപ്പറേഷൻ ആൻഡ് വി ഹാവ് ടു അപ്ഡേറ്റ് ദി വ്യൂ. ഇത്രയും കാര്യങ്ങളാണ് ഒരു ജനറൽ എഡിറ്റിംഗ് പ്രൊസീജിയർ ആയിട്ട് പറയുമ്പോൾ. ആൻഡ് വി ആർ ഹാവിംഗ് ഡിഫറെന്റ് എക്സാമ്പിൾ ഫോർ എഡിറ്റേഴ്സ്. മൈക്രോസോഫ്റ്റ് വേർഡ്, inside the Unix operating system, VI, Emacs, Gent and Pico. All these are example for different editors. ഇതൊന്ന് ഈ സ്ലൈഡ് ജസ്റ്റ് ഒന്ന് നോക്കുക. These are the example for different editors. Then next you have to write operations include insertion, deletion, replace, move and copy. Main task performed by an editor include insertion, deletion, replace, move and copy. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നല്ല അവിടെ എഴുതി വെക്കുക. ടാസ്ക് പെർഫോംഡ് ബൈ എഡിറ്റർ ഇൻക്ലൂഡ് ഇൻസേർട്ട്, ഡിലീറ്റ്, റീപ്ലേസ്, മൂവ് ആൻഡ് കോപ്പി. അഭിനവ്, സെവിൻ ക്ലിയർ ആവുന്നുണ്ടോ? അഭിഷേക്? സിമ്പിളായ കാര്യങ്ങളാണ്, എക്സാമിന് ചോദിക്കുന്ന കേട്ടോ, ഇതൊക്കെ സിമ്പിൾ ആണ്. നെക്സ്റ്റ് എഴുതുക. ഡിഫറെന്റ് സ്റ്റേജസ് ഓർ ടാസ്ക്. or way of editing process ആണ് നമ്മൾ പറയുന്നത്. and the different task performed by editor is first option traveling. എഡിറ്റർ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആ കൾസറിനെ ഇങ്ങനെ മൂവ് ചെയ്യിക്കുന്നത് തന്നെയാണ് ട്രാവലിംഗ് എന്ന് പറയാം. ഏത് ഏരിയ ആണോ എഡിറ്റ് ചെയ്യേണ്ടത് അത് ഐഡന്റിഫൈ ചെയ്യുന്നു, അതാണ് ട്രാവലിംഗ്. സോ ഫസ്റ്റ് ടാസ്ക് ഈസ് ട്രാവലിംഗ് ത്രൂ ദി ഡോക്യുമെന്റ്. വി ആർ ഡിസ്കസിങ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഹിയർ വി ആർ ഹാവിംഗ് സ്ട്രക്ചർ ഓഫ് എ ടെക്സ്റ്റ് എഡിറ്റർ and we are discussing editing process ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ traveling means passing through the document and locate an area of interest. Passing through the document and locate the area of interest. Then next editing process next part ആണ് filtering ഹൈപ്പണിട്ട് എഴുതുക. filtering extract the relevant subset of target document. കുറേ ഡോക്യുമെന്റ് നമ്മൾ ട്രാവൽ ചെയ്തു, ഒരു ഏരിയ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. then we are perform filtering extract the relevant subset of target document. Finally we are performing formatting എന്ന് എഴുതുക, ഹൈഫണിട്ട് എഴുതുക. formatting determines how the result of filtering will be seen. Determine how the result of
filtering will be seen, comma, a visible representation or view. അത് എങ്ങനെ വ്യൂ വേണം എന്നുള്ളതാണ് നമ്മൾ ഫോർമാറ്റിൽ പറയുന്നത്. എ വിസിബിൾ റെപ്രസെന്റേഷൻ ഓർ വ്യൂ. വിസിബിൾ റെപ്രസെന്റേഷൻ ഓർ വ്യൂ എന്ന് എഴുതുക. Okay. Then question will be like explain an editing process. Like how a processor text editor perform editing. Then you have to write the main phases include 4 steps. Select the part of target document, determine how format, then specify and execute the filtering, update view properly. എന്നിട്ട് നമ്മൾ ഈ ലൈൻ എഴുതണം. We have to perform traveling, perform filtering and formatting. ഇത്രയും കാര്യങ്ങൾ എഴുതണം. പ്രിൻസ്, റാസി, ഋഷികേഷ്, ഋഷിൻ ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ ക്ലിയർ അല്ലേ? യെസ്, ഏറ്റവും സിമ്പിൾ ആണ്. ലാസ്റ്റ് നമുക്ക് 4 ടോപ്പിക് ഉള്ളത് വെരി സിമ്പിൾ. അതായത് റിഗാർഡിംഗ് ടെക്സ്റ്റ് എഡിറ്റർ, റിഗാർഡിംഗ് ഡിവൈസ് ഡ്രൈവർ ആൻഡ് ഡീബഗിംഗ് ക്യാപ്പബിലിറ്റീസ്. ഇത് മൂന്നും നിങ്ങൾക്ക് ഈസി ആയിട്ടൊന്ന് നോക്കിയാൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ടോപ്പിക്കാണ് കേട്ടോ. സിമ്പിൾ ആണ്. ദെൻ കമ്മിങ് ടു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് എഡിറ്റർ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് എഡിറ്റർ. ഫസ്റ്റ് വൺ ലൈൻ എഡിറ്റേഴ്സ് ആണ്. ലൈൻ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ ടെർമിനൽസ് ഇല്ല, ടെർമിനൽ പ്രോഗ്രാം ചെയ്യുന്നതാണ് എക്സാമ്പിൾ ഫോർ ലൈൻ എഡിറ്റേഴ്സ്. ഒരു ചിത്രം കാണിച്ചു തരാം. ലൈൻ എഡിറ്റർ. നമ്മൾ പഴയ കേസിൽ അറ്റ് എ ടൈം ഒരു ലൈൻ മാത്രം, ഈ ലൈൻ എഡിറ്റർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സി പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി കമാൻഡ് പ്രോംപ്റ്റ് ഒക്കെ ലൈൻ, എക്സാമ്പിൾ ഫോർ ലൈൻ എഡിറ്റർ. അറ്റ് എ ടൈം നമുക്ക് ഒരു ലൈൻ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 2 ലൈൻ ഒന്നും ഒരിക്കലും കർസർ കൊണ്ടുവെക്കാൻ പറ്റൂല. സോ ദീസ് ആർ ദി എക്സാമ്പിൾ ഫോർ ലൈൻ എഡിറ്റേഴ്സ്. ഓക്കെ, ഇറ്റ്സ് നോൺ ആസ് എ ലൈൻ എഡിറ്റർ. പ്രിമിറ്റീവ് ഫോം ഓഫ് എഡിറ്റർ ആണ്. സ്പെസിഫൈ എ സ്പെസിഫിക് ലൈൻ ഓഫ് ടെക്സ്റ്റ് ബിഫോർ യു മേക്ക് ടു ചേഞ്ച് ഇറ്റ്. അറ്റ് എ ടൈം ഒന്നേ പറ്റുള്ളൂ. ദെൻ അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് എഡിറ്റേഴ്സ് ആണ് സ്ക്രീൻ എഡിറ്റേഴ്സ്. സ്ക്രീൻ എഡിറ്റർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്ക്രീനിൽ ഒരു പർട്ടിക്കുലർ വിൻഡോ ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. വി ക്യാൻ മൂവ്, വി ക്യാൻ ക്രോപ്പ്. ഇൻ അഡ്വാൻസ്ഡ് എഡിറ്റേഴ്സ് വി ക്യാൻ എഡിറ്റ് എ പർട്ടിക്കുലർ പോർഷൻ. ഒരു പർട്ടിക്കുലർ പോർഷൻ തന്നെ നമുക്ക് എടുത്ത് എഡിറ്റ് ചെയ്യാം. ഇതിനൊക്കെ നമ്മൾ സ്ക്രീൻ എഡിറ്റേഴ്സ്. സോ മെനി സ്ക്രീൻ എഡിറ്റിംഗ് ടൂൾസ് ആർ ദർ. അത് വെച്ച് നമുക്ക് പർട്ടിക്കുലർ പാർട്ട് തന്നെ നമുക്ക് എടുത്ത് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓൾ ദീസ് ആർ ഫങ്ഷണാലിറ്റീസ് പ്രൊവൈഡഡ് ബൈ സ്ക്രീൻ എഡിറ്റേഴ്സ്. സ്ക്രീൻ എഡിറ്റേഴ്സ്. നെക്സ്റ്റ് പോയിന്റ് ടൈപ്പ് ഓഫ് എഡിറ്റർ. നെക്സ്റ്റ് പോയിന്റ് സ്ക്രീൻ എഡിറ്റേഴ്സ്. ദെൻ മാനുസ്ക്രിപ്റ്റ് ആൻഡ് പ്രോഗ്രാം ഓറിയന്റഡ് എഡിറ്റേഴ്സ്. പ്രോഗ്രാം ഓറിയന്റഡ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം എഴുതാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന എഡിറ്റേഴ്സ് ഉണ്ട്. മെയിൻലി വർക്ക്സ് വിത്ത് ഐഡന്റിഫയേഴ്സ്, കീവേഡ്. സം പ്രോഗ്രാം ഓറിയന്റഡ് എഡിറ്റേഴ്സ് ഉണ്ടാവും. എൻ്റെ സ്ക്രീനിൽ ഞാനൊരു പ്രോഗ്രാം ഓറിയന്റഡ് എഡിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്ന ഒരു എഡിറ്റർ ഉണ്ട്. പ്യുവർലി പ്രോഗ്രാം ഓറിയന്റഡ് എഡിറ്റർ ആണ്. ഇറ്റ് ക്യാൻ ഐഡന്റിഫൈ PHP കോഡ്, HTML കോഡൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കളേഴ്സ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആൻഡ് വി ക്യാൻ സേവ് ഡിഫറെന്റ് ഫോർമാറ്റ്. ഓപ്പൺ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓർ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ ഫോർമാറ്റ് ഇത് സപ്പോർട്ട് ചെയ്യും. കണ്ടോ, കുറേ ഫോർമാറ്റ്. C++, ജാവ, ഡാർട്ട്, എന്തൊക്കെ ഉണ്ടോ അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പ്യുവർലി പ്രോഗ്രാം ഓറിയന്റഡ് എഡിറ്റേഴ്സ് പോസിബിൾ ആണ്. നിങ്ങൾ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എഡിറ്ററൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്യും. Then we have manuscript, which ഇത് സാധാരണ നമ്മൾ സ്ക്രിപ്റ്റ് ഓറിയന്റഡ് ക്യാരക്ടർ, വേർഡ്, ലൈൻ, സെന്റൻസ്, പാരാഗ്രാഫ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയുള്ള എഡിറ്റേഴ്സും യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾ മെയിൻലി ഒരു 2 or 3 ടൈപ്സ് ഓർത്തിരിക്കണം. വി ക്യാൻ ഗോ ഫോർ ലൈൻ എഡിറ്റേഴ്സ്, സ്ക്രീൻ എഡിറ്റേഴ്സ്, മാനുസ്ക്രിപ്റ്റ് ഓറിയന്റഡ് എഡിറ്റേഴ്സ് ഓർ പ്യുവർലി പ്രോഗ്രാം ഓറിയന്റഡ് എഡിറ്റേഴ്സ്. ക്ലിയർ? സഫീൽ, സങ്കീർത്തന, സാരംഗ്, വൈഷ്ണ പ്രദീപ്, യാദവ്, വൈഷ്ണവി രാജീവൻ. ഓക്കെ, ഇറ്റ്സ് റിഗാർഡിംഗ് ടൈപ്പ് ഓഫ് എഡിറ്റേഴ്സ് ആണ്. ഇനി നിങ്ങൾ നോക്കുക, ഐ എം ഡിസ്കസിങ് യൂസർ ഇന്റർഫേസ് ഫോർ ആൻ എഡിറ്റർ. എഡിറ്ററിന്റെ യൂസർ ഇന്റർഫേസ് എങ്ങനെയുള്ളതായിരിക്കണം? ഒരാളെന്ന് പറഞ്ഞേ, നല്ല ഇന്റർഫേസ് ഉണ്ടെങ്കിൽ എന്താ അഡ്വാൻറ്റേജ്? അനുജ ഹാവിങ് എ ഗുഡ് എഡിറ്റർ. നല്ലൊരു എഡിറ്റർ അനുജയുടെ കയ്യിലുണ്ട്. എന്തൊക്കെയാ അതിന്റെ ബെനിഫിറ്റ്?
അനുജക്ക് എഡിറ്റർ ഇല്ല, അനുജ പോയി. ലിഖിത് റാസി ഒന്ന് റെസ്പോണ്ട് ചെയ്തേ മൈക്കില്. നല്ലൊരു എഡിറ്റർ ഉണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് എന്താ? നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം, നമ്മളെ ഒറ്റ ഇന്റർഫേസിൽ തന്നെ എല്ലാം മനസ്സിലാവും. ഓക്കെ, നമുക്ക് ബട്ടൺസും അൺഡു ഓപ്ഷൻസ് ആൻഡ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു എഡിറ്റർ അല്ലേ നമ്മുടെ ഇപ്പോൾ ദിസ് ഈസ് പവർ പോയിന്റ്. നോക്കിക്കോ, വി ഹാവ് ഇൻസേർട്ട് ഓപ്ഷൻ, ഡിസൈൻ ഓപ്ഷൻ, ട്രാൻസിഷൻ, ആനിമേഷൻ, എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. മെനു ഓറിയന്റഡ് ആണെങ്കിൽ വി ആർ ഹാവിങ് സോ മെനി മെനു ഓപ്ഷൻസ് സേവ് ചെയ്യാനൊക്കെ. യൂസർ ഇന്റർഫേസ് പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് പോയിന്റ്. ദെൻ യൂസർ ഇന്റർഫേസ് വി ആർ ഡിസ്കസിങ് ഡിഫറെന്റ് how we are going to interact with our text editor. അപ്പോൾ ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് നമുക്ക് ബൈ യൂസിങ് കീബോർഡ് നമുക്ക് ഇൻപുട്ട് കൊടുക്കാം, മൗസ് ക്ലിക്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കാം. ദെൻ ലാംഗ്വേജ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വോയിസിനെ ഡയറക്റ്റ് ക്യാരക്ടർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫയലായിട്ട് സേവ് ചെയ്യാൻ പറ്റും. അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ട്. ത്രൂ മൈക്രോഫോൺ വി ഹാവ് ടു ടോക്ക്, ഡാറ്റ വിൽ ബി സ്റ്റോർഡ് ആസ് എ ടെക്സ്റ്റ് ഫയൽ ഇൻ ദി കമ്പ്യൂട്ടർ മെമ്മറി. അങ്ങനെയുള്ള ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഒക്കെ, അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഹൗ യു ആർ ഗിവിംഗ് ഇൻപുട്ട് ടു എ ടെക്സ്റ്റ് എഡിറ്റർ? ഓപ്ഷൻസ് എഴുതുക. യൂസർ അണ്ടർ യൂസർ ഇന്റർഫേസ് യു ഹാവ് ടു ഫസ്റ്റ് സൈഡ് ഹെഡിങ് ഇൻപുട്ട് ഡിവൈസസ് ഫോർ എ ടെക്സ്റ്റ് എഡിറ്റർ. ഫസ്റ്റ് വൺ ഈസ് input devices divided into 3. We can go for text device, button devices and locator devices. Text devices, button devices and locator devices. Then text devices എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കീബോർഡ്, QWERTY കീബോർഡ്. ദെൻ പണ്ട് നമ്മൾ ബട്ടൺസ് ഇന്ററപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാമിന് എന്തെങ്കിലും ഒരു ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ബട്ടൺ ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ യൂസിങ് ലൊക്കേറ്റർ, മൗസ്, ടച്ച് പാഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ക്യാൻ യൂസ് ആസ് എ ലൊക്കേറ്റർ ഡിവൈസസ്. ദെൻ വി ക്യാൻ ഗോ ഫോർ വോയിസ് ഇൻപുട്ട് ഡിവൈസസ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ വി ഡിസ്കസ് ഡിഫറെന്റ് യൂസർ ഇന്റർഫേസ് ഓപ്ഷൻ and input devices to a text editor. ഇതിൽ വൈൻഡ് അപ്പ് ചെയ്യാണ്.